ഇന്നത്തെ ധ്യാനത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഗോ എവേ. യേശു പറഞ്ഞ വാക്കുകളാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ വചനവുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. അടിയങ്ങളോട് കൂടിയിരിക്കണം. ആദ്യോടന്തം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. ഞങ്ങൾ കർത്താവെ അത് പറയേണ്ടതുപോലെ പറയുവാനും ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുപോലെ പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണം. പ്രാർത്ഥന കേട്ടനായിട്ട് നന്ദി. യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ആധാരമായിട്ട് നമുക്ക് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അബാൻഡൻ ചെയ്യത്തില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു ഈ ലോകത്തിൽ നിന്നും തൻ്റെ മനുഷ്യനായിട്ടുള്ള അവതരിച്ച ആ ജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് തൻ്റെ ദൗത്യം നിർവഹിച്ചു പോകുന്നതിന് മുന്നമേ ആയിട്ട് പറഞ്ഞ വാക്കുകളാണിത്. ഞാൻ പോകുകയാണ്, അല്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നാൽ അത് തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കെല്ലാം വളരെ വേദനാജനകമാണ്. എന്നാൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോകുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പിന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ പോയാലും നിങ്ങളുടെ അടുക്കൽ വരും. എങ്ങനെയാണത്? ഞാൻ പോയാലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു പറഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞത് മാത്രമേ കാണത്തുള്ളൂ, ആളെ കാണത്തില്ല പിന്നെ. എന്നാൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആ വാക്യം പറയുന്നതിന് മുന്നമേ 2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 16-17 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം വായിച്ചാട്ടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ പറയുന്നു 17-ാമത്തെ വാക്യം 16, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ പിതാവിനോട് ചോദിക്കും. വേറെ ആർക്കും പിതാവിനോട് അത് ചോദിക്കാനുള്ള അധികാരമില്ല. യേശുവിന് മാത്രമേ അപ്പനോട് ആ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനെ നമുക്ക് വേണ്ടി ചോദിക്കുവാനുള്ള അധികാരം ലഭിച്ചിട്ടുള്ളൂ. അതും ഈ സമയത്ത് അധികാരം ലഭിച്ചിട്ടില്ല. കാൽവരിയിൽ യാഗമായി ഉയർത്തെഴുന്നേറ്റ് അവിടെ ചെന്നതിന് ശേഷമാണ് അത് പ്രാഗൽഭ്യത്തോടെ ചോദിച്ച് നമുക്ക് നൽകി തന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിച്ചാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന്. എന്നാൽ 17-ാം വാക്യത്തിൽ പറഞ്ഞു, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവനെ അറിയുന്നവർക്കാണ് അവനെ ലഭിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ സ്തോത്രം, അതിന് വേണ്ടുന്നതായ തസ്തിക ഇതാണ്, നമ്മൾ അവനെ അറിഞ്ഞിരിക്കണം, അവൻ ആരാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവനെ അറിയുന്നവർ എന്തു ചെയ്യും? നിങ്ങളോട് കൂടെ ഇരിക്കും. മാത്രവുമല്ല, അവനെ അറിയുന്നു. എങ്ങനെ അറിയാൻ? കാരണം അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ നാം അവനെ അറിയുന്നത് കൊണ്ട് കാരണം അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്നു, നമ്മിലിരിക്കുന്നു, എന്നാൽ ലോകത്തിന് അറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. അതാണ് നമ്മുടെ പരിശുദ്ധ ആത്മാവ്. ആമേൻ. ലോകത്തിന് അറിയത്തില്ല, എന്നാൽ നമ്മോട് കൂടെയുമുണ്ട്, നമ്മിലും ഉണ്ട് ആ കാര്യസ്ഥൻ. സ്തോത്രം. ഇത് പറഞ്ഞിട്ടാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. അപ്പോൾ അത് പറയുന്നതിൻ്റെ കാരണം തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂടെ അയക്കും എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ അയക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അയക്കും എന്ന് പറയുമ്പോൾ യേശു അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതാണ്, അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ തന്നെയാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നത് എന്ന രീതിയിലാണ്
പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ യേശു പറയുന്നത്. നമുക്ക് ഇന്ന് യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അറിയുവാൻ, സ്നേഹിപ്പാൻ, അനുഭവിപ്പാൻ ഹാലിൽ കഴിയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആ യേശു അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞതിനെ പ്രാവർത്തികമാക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഏത് തലത്തിലാണ് യേശു 3.5 വർഷം അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പബ്ലിക് മിനിസ്ട്രി, ആ സമയത്ത് പത്രോസ്, യോഹന്നാന്, ശിഷ്യന്മാർ, മറ്റ് ജനങ്ങൾ എങ്ങനെയാണ് യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്തത്, അതുപോലെ ഇന്ന് അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാനും നിങ്ങളും അവനെ അതുപോലെ അല്ലെങ്കിൽ ഒരുപടി അതിനേക്കാൾ കൂടുതൽ രുചിച്ചറിഞ്ഞിട്ട് കൊണ്ടായിരിക്കണം നമ്മുടെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. യേശുവിനെ അറിഞ്ഞും അനുഭവിച്ചും മുന്നേറുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ ഞാൻ നിന്നോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഐ ഷുഡ് ഗോ അതർവൈസ് കാണ്ട്. ഞാൻ പോകണം, ഞാൻ പോയാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരത്തുള്ളൂ. അല്ലേ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോകണം, ഞാൻ പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതും വെറുതെ അങ്ങ് പോവുകയല്ല, കാൽവരിയിലൂടെയാണ് അവൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവൻ പറയുകയാണ്, ഞാൻ കാൽവരിയിലൂടെ പോകണം, കാരണം പോയാൽ മാത്രമേ കാര്യസ്ഥന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഷുഡ് ഗോ. ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബെറ്ററാണ്. അതാണ് നമ്മുടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്, ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഗോ അവേ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. നമ്മൾ ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയും, അല്ലേ, ഞാൻ പോയാലും കുഴപ്പമില്ല, വേറെ ആൾ വരും, നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേ? ധൃതി ആകാശ് പോയപ്പോൾ പറഞ്ഞു, അല്ലേ, കുഴപ്പമില്ല, ഞങ്ങളെ കൂടെ ഉണ്ട്, അല്ലേ? നമ്മളെല്ലാവരോടും അങ്ങനെയൊക്കെ ഓരോ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ആളെ കാണത്തില്ല, അല്ലേ? പക്ഷേ ഇവിടെ യേശു പറയുമ്പോൾ അങ്ങനെയല്ല. യേശു പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി ഞാൻ ഇനിയും നിങ്ങളുടെ അടുക്കൽ വരും എന്ന് യേശു പറയുമ്പോൾ ഈ റിയലി മെന്റ് ഇറ്റ്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. ആമേൻ. യേശു ചില ഏരിയകളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം അതിൻ്റെ അഷ്വറൻസ് ആണ്. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, സത്യമാ പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. സോ ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ ഇവിടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്, ഞാൻ ഇവിടെ നിന്നും പോയാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബെറ്റർ ദാൻ ദാറ്റ്. ആമേൻ. How many of you are experienced Jesus walking through ഗലീലി അല്ലെങ്കിൽ ആ തീരങ്ങളിലൂടെ എല്ലാം നസ്രത്തിലൂടെ എല്ലാം പോകുന്നത്? ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചു കൊണ്ടാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? കാരണം യേശു പറയുന്നു, ഇറ്റ് ഈസ് ഫോർ യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഷുഡ് ഗോ അവേ. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബെറ്റർ ദാറ്റ് ഐ ആം നോട്ട് ഹിയർ. അല്ലേ? അതല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഇപ്പോഴുള്ളതിനേക്കാൾ ബെറ്ററാണ് ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. സങ്കടത്തോടെ ഇരിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നോ, യു ഷുഡ് ബിലീവ്, ഐ ആം ടെല്ലിങ് യു ദ ട്രൂത്ത്. ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്. എന്ന് വെച്ചാൽ ഇത് സത്യമാ. ഇന്ന് യേശു 3.5 വർഷക്കാലം എങ്ങനെ നടന്നുവോ അതിനേക്കാൾ ബെറ്റർ സ്റ്റാറ്റസ് ആയിരിക്കണം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. കാരണം യേശുവിൻ്റെ വാഗ്ദത്തമാണ്, ഇറ്റ് ഈസ് ഫോർ യുവർ ബെറ്റർ that I should go. ഞാൻ പോകേണ്ടത്, ഞാൻ സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, എന്നാൽ ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അത്രയും ബോധ്യമുള്ളവരായിരിക്കണം. ആമേൻ. അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അത്രയും ഹല്ലേലൂയ അറിവുള്ളവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഇന്ന് പാട്ട് പാടിയപ്പോൾ അവിടെ പാടിൻ്റെ ഒരു വരി ഇതാണ്,
അഭിഷേകം എൻ സമ്പത്താണ്. ഹല്ലേലൂയ. വളരെ സന്തോഷം തോന്നി. അഭിഷേകം സന്തോഷം, നമുക്കുള്ള സമ്പത്താണത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അഭിഷേകത്തെക്കുറിച്ചൊക്കെ മാറി നിന്ന് കേൾക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയല്ല, അഭിഷേകം നമ്മുടെ സമ്പത്താണ്. ആമേൻ. നമുക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് കാണും, എന്നാൽ അത് സമ്പത്തായിട്ട് ദൈവസന്നിധിയിൽ കൂട്ടത്തില്ല. എന്നാൽ അഭിഷേകമുള്ളവനെ പറയുന്നതാണ് യു ആർ റിച്ച്. ആമേൻ. യു ആർ റിച്ച്. If you are filled with the Holy Spirit and moving with Holy Spirit, you are rich, richer than any richest man in the world. Amen. അത് നമ്മുടെ സമ്പത്താണെന്ന് മനസ്സിലാക്കാം. കാരണം ഇത് ഞാൻ പോയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സമ്പത്ത് കിട്ടത്തില്ല. If I would not go, you won't be able to receive Holy Spirit. ഹല്ലേലൂയ. അങ്ങനെ നേടിത്തന്നതാ. യേശു അതിനു വേണ്ടി പോയതാ. പോയ വഴി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാൽവരിയിലൂടെയാണ് അവൻ കടന്നു പോയത്. എന്നാൽ നാം അനുഗ്രഹം പ്രാപിക്കണം എന്ന് കരുതിക്കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. ഒരു നിമിഷം, അവിടെ എന്താ പറഞ്ഞത്? നമ്മൾ പലപ്പോഴൊക്കെ വായിച്ചിട്ടുള്ളതാണ്. എന്താണ് പറഞ്ഞത്? ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. എന്നാൽ യേശു ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ യേശു പറയുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് പത്രോസും കേട്ടില്ല, അല്ലെങ്കിൽ യോഹന്നാനും കേട്ടില്ല, ജനവും കേട്ടില്ല, പുരോഹിതന്മാരും കേട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ ഇപ്പോൾ കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ അടുത്ത വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എന്നിലുള്ളത് നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ആമേൻ. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, യേശു ഇവിടെ പറഞ്ഞതിനേക്കാൾ അല്പം കൂടുതലാണ് ഇന്ന് ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്, എന്തൊക്കെ നടക്കാൻ പോകുന്നു, എന്ത് സംഭവിക്കുന്നു എന്നുള്ള വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. എന്നാൽ നിങ്ങൾക്കത് കേൾക്കാൻ നിങ്ങൾക്കിപ്പോൾ വഹിയാത്തത് കൊണ്ട് ഞാൻ പോകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴോ നിങ്ങൾക്ക് അവൻ സകല സത്യത്തിലും നിങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ അവനെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ചിലത് ഹല്ലേലൂയ യേശു ചെയ്തതും യേശു ചെയ്യുവാൻ ആഗ്രഹിച്ചതും യേശു പറഞ്ഞതും യേശു പറയുവാൻ ആഗ്രഹിച്ച ചിലതും എന്നിലൂടെയും നിങ്ങളുടെയും നടക്കുന്ന ദിവസങ്ങളായിട്ട് ഇന്ന് മാറണം. ഹല്ലേലൂയ. കാരണം അത് അവൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യേശു നമുക്ക് നമ്മുടെ കൂടെയും ബിസൈഡ് യു ആൻഡ് ഇൻസൈഡ് ഓഫ് യു. യേശു എൻ്റെ കൂടെയും എൻ്റെ അകത്തുമുണ്ട്. എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ. അതുകൊണ്ട് പറയുന്നു അതൊരു സമ്പത്താണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അപ്പസ്തോലനായിരുന്ന പൗലോസ് പറഞ്ഞത്. കാരണം യേശു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് പറഞ്ഞത് വെളിപ്പെടുത്തും. അല്ലേ? ഇനിയും പറയാനുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും, സത്യം നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്ന് വെച്ചാൽ യേശു തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ യേശു നടന്ന പോലെ നടക്കണം. ആമേൻ. ഞാൻ സംസാരിക്കുമ്പോൾ അതുപോലെ വേണം ഞാൻ സംസാരിക്കുവാനായിട്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ച ആത്മാവിന്റെ പേരെന്താണ്? സ്വപുത്രന്റെ ആത്മാവിനെ. ഹല്ലേലൂയ. യേശുവിൻ്റെ തന്നെ ആത്മാവിനെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അയച്ചിരിക്കുന്നത്. The same spirit what Jesus had, he sent us the same spirit. Amen.
അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ മാന്യതയുണ്ട്, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ സകല സത്യത്തിലും ഒന്നും മറച്ചു വയ്ക്കാതെ നിങ്ങൾക്ക് അത് തരും. ആ ആത്മാവാണ് ഇന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവമക്കളെന്ന് പറയപ്പെടുന്നത്. ആ യേശുവിൻ്റെ ആത്മാവ്, ദ സെയിം സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ ഈസ് വിത്ത് യു. അതുകൊണ്ട് ഞാനും നിങ്ങളും അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം ആ പുത്രത്വം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ വഴി നടത്തുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. യേശു 3.5 വർഷം പരസ്യ ശുശ്രൂഷ നടത്തി മരിച്ചുപോയി. ഇനി അതേക്കുറിച്ച് ആരും ചിന്തിക്കാതെ നടക്കുന്ന ഒരു കാലങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവരെ വളരെ കുറച്ച് പേര് അറിയുന്നത്. എന്നാൽ അന്ന് 2010 പരം വർഷങ്ങൾക്ക് മുന്നമേ ഈ ഹല്ലേലൂയ ഭൂമുഖത്ത് വന്ന് മനുഷ്യനായി വന്ന് ജീവിച്ച യേശു ഇന്ന് ജീവിക്കുന്നു. എന്നോട് കൂടെയും നമ്മോട് ഓരോരുത്തരോടും കൂടെയും മാത്രമല്ല, നമുക്കുള്ളിലും അവൻ ജീവിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സമ്പത്താണ്. ഹല്ലേലൂയ. യേശു പോയാൽ മാത്രമേ ആ സമ്പത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അവൻ ഹല്ലേലൂയ മഹത്വപ്പെട്ടാൽ മാത്രമേ ആ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും ലഭിക്കത്തുള്ളൂ. യേശു നമ്മുടെ തൻ്റെ പഴയ കാലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പരസ്യ ശുശ്രൂഷയുടെ കാലം തൊട്ട് നമ്മൾ എടുക്കുക, ആ സമയത്ത് അവൻ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ അവൻ ഇന്ന് എന്തു ചെയ്യുന്നു? നമ്മളോട് ദ പാസ്റ്റ് ലൈഫ് ഓഫ് ജീസസ് ഹി ബ്രിങ് ഇറ്റ് ടു അസ്. ആരെ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. യേശുവിൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. നമുക്കൊരു വേദവാക്യം വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ തന്നെ 26-ാമത്തെ വാക്യം. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. നിങ്ങളോട് പറഞ്ഞ വിഷയങ്ങൾ, ദ പാസ്റ്റ് ഓഫ് ജീസസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയങ്ങൾ മുഴുവനും അവൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കും, വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലേ? മാത്രവുമല്ല, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14:12 അതിൽ വായിച്ചപ്പോൾ നമ്മൾ എന്താ കേട്ടത്? വായിച്ചേട്ടെ, 14:12. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. അപ്പോൾ യേശു പറഞ്ഞതിനേക്കാൾ അധികം നാം ഈ സമയങ്ങളിൽ കേൾക്കും. അവൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തും. ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് കേട്ടോ. ദൈവത്തിൻ്റെ ആത്മാവിനായിട്ട് അധികം ദാഹിക്കണം. ആ സമ്പത്തിനായിട്ട് നമ്മൾ ഹല്ലേലൂയ എപ്പോഴും കാത്തിരിക്കണം. എപ്പോഴും ആ സമ്പത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് അവൻ പറഞ്ഞത് അവൻ ഓർമ്മിപ്പിക്കും. മാത്രവുമല്ല, അവൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ, വിട്ടുപോയത് അവൻ പറയാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ല, നമ്മൾക്കത് ഗ്രഹിപ്പാൻ കഴിയില്ലാത്തത് കൊണ്ട് ആ സമയം അതും കൂടെ അവൻ നമ്മെ പറഞ്ഞു കേൾപ്പിക്കും. മാത്രവുമല്ല, ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അവൻ ചെയ്തതിനേക്കാൾ വൻ കാര്യം നമുക്ക് വേണ്ടി ഇന്ന് ചെയ്യുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശു ജീവിച്ചതുപോലെ ജീവിക്കണം? ആമേൻ. അവൻ്റെ വിശുദ്ധി, അവൻ്റെ മഹത്വം, ഹല്ലേലൂയ, അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ. He bring the past of Jesus into our lives. Amen. മാത്രമല്ല, He bring the present tense of Jesus. ഇന്ന് യേശു എങ്ങനെ ഇരിക്കുന്നോ, എന്തായിരിക്കുന്നോ, എന്ത് സംസാരിക്കുന്നോ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹല്ലേലൂയ ഇന്ന് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ? നമ്മൾ വായിച്ചതിൻ്റെ താഴെ 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സ്വയമായി സംസാരിക്കാതെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ക്വാളിറ്റിയാണ് സ്വയമായി സംസാരിക്കാതെ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും. അവൻ കേൾക്കുന്നത് സംസാരിക്കുക. അവൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തോ ചെയ്യും? നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഇപ്പോൾ എന്താണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് കേൾക്കുന്നത്? അത് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ആമേൻ,
ഹല്ലേലൂയ. പിതാവ് പുത്രൻ സംഭാഷിക്കുന്നത്, അവൻ്റെ മഹത്വം, അവൻ്റെ ശക്തി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, അതൊരു സമ്പത്താണ്. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ 14-ാം വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതിനാൽ അവൻ എന്താ ചെയ്യുന്നേ? He bring the present of Jesus, the whatever he has now. അന്ന് അവൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ ഇന്ന് അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മഹത്വം ഇന്ന് അവൻ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, നീ വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ എന്ന് ചോദിക്കാൻ കാരണം. ഹല്ലേലൂയ. ഈ അഭിഷേകത്തിനായിട്ട്, ഈ ആത്മാവിൻ്റെ നടത്തിപ്പിനായിട്ട്, ഈ യേശുവിൻ്റെ സാന്നിധ്യത്തിനായിട്ട്, യേശുവിൻ്റെ നിറവിനായിട്ട് ഞാനും നിങ്ങളും ആഗ്രഹിക്കണം, കൊതിക്കണം. He bring the past of Jesus and he bring the present tense of Jesus. Whatever he hear, അവൻ കാണുന്നത്, കേൾക്കുന്നത് നമ്മളോട് അപ് ടു ഡേറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങളെ അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഫോർ ഹിസ് ഗ്ലോറി. യേശുവിൻ്റെ മഹത്വത്തിനായിട്ട് അവൻ നമുക്ക് തരും. ഇനി യേശുവിൻ്റെ മാത്രമല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ക്വാളിറ്റിയാണ്. അവൻ തന്നിൽ, അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്താ പറയുന്നത്? സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ, ഹല്ലേലൂയ, സ്വയമായി സംസാരിക്കാതെ. അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സോഴ്സ് എൻ്റെ പിതാവാണ്. ആ പിതാവിനുള്ളത് മുഴുവനും എൻ്റേതാണ്. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണെന്നർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് സ്വയമായി ഒന്നും സംസാരിക്കാതെ. നമ്മുടെ വലിയ പ്രശ്നം അവിടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ സ്വയം നമുക്ക് വേണം. നമ്മുടെ സ്വയമായ പലതും അതിൽ കൂടി ചേരുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന് വേണ്ട പോലെ പ്രവർത്തിക്കാതെയും അതുപോലെ തന്നെ സ്തോത്രം സംസാരിക്കാതെയും കേൾക്കാതെയും ഒക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം. സ്വയമായ നമ്മൾ കേൾക്കുന്നതിനെ, നമ്മൾ കാണുന്നതിനെ ഒക്കെ ഒന്ന് അലൈൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട്. പല ശബ്ദങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഇവിടെ മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെ, കുട്ടികൾ അല്ലെങ്കിൽ പാടുമ്പോഴൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അത് ഉണ്ടോയെന്നറിയാൻ വേണ്ടി പല ശബ്ദത്തിനിടയിൽ ഉള്ളിൽ തന്നെ ഒരു ശബ്ദത്തെ ഗ്രഹിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ഒന്നിച്ച് പാടുമ്പോൾ എല്ലാം ഒന്നിച്ചങ്ങ് കേൾക്കുന്നു എന്ന് വെച്ചാൽ പറ്റത്തില്ല. എന്നാൽ ഈ പല ശബ്ദത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരാളുടെ ശബ്ദം അത് കുറവാണ് എന്ന് നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ഇന്ന് കേൾക്കാം. ഇന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന ഒരുപാട്, ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങ് ചുരുണ്ടുകൂടി കിടക്കുക. എന്നാൽ അറിയുന്ന ദൈവജനം, എന്നെ അറിയുന്നവർ, ഹല്ലേലൂയ, ലോകത്തിനെ അറിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനെ അറിയുന്ന ജനം, ഹല്ലേലൂയ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ മുന്നേറും. ഹല്ലേലൂയ. They will be called the children of God. ഹല്ലേലൂയ. നമുക്ക് കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞത്, നോട്ട് മീ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. കാരണം സ്വപുത്രൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഹല്ലേലൂയ, ദ പാസ്റ്റ്, ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ കൊണ്ടുവരുന്നു ഉണ്ടല്ലോ. നമ്മൾ വായിച്ചാട്ടെ. ഹല്ലേലൂയ. 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. He will also bring in the future. ആമേൻ. ആ യേശു നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. നമ്മൾ കേട്ടതാണ്, വിശ്വസിച്ചപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെയായി, യേശുവിൻ്റെ സഹോദരനായി, അല്ലെങ്കിൽ യേശു ഒക്കെ ഉണ്ട്. എന്നാൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണ്. The Holy Spirit bring in the presence of Jesus into our lives.
നമ്മുടെ ജീവിതങ്ങളിലെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. യേശുവിനെ കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ്. അവൻ കേൾക്കുന്നത് സംസാരിക്കുകയാണ്. അവൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുകയാണ്. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്. സ്തോത്രം. ആ സമ്പത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? ഇവിടെ പറയുന്നു അവൻ വരുവാനുള്ളതിനെ അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. റോമർക്കെഴുതിയ ലേഖനം 8:23 വായിച്ചാട്ടെ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവ് തന്നെയാണ് ഇനിയും നമ്മുടെ പുത്രത്വത്തിന്റെ ആ റിഡംഷന് വേണ്ടിയിട്ട് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിങ്സ് ദ ഫ്യൂച്ചർ ഇൻ ടു അവർ ലൈഫ്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിനായിട്ട് നമുക്ക് അധികം ആഗ്രഹിക്കാം. അതുകൊണ്ട് യേശു പറയുകയാണ് യോഹന്നാൻ 14:26 എന്താ പറഞ്ഞത്? ഞാൻ 14:26 ഞാൻ എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള വായിച്ചാട്ടെ. 27 വായിച്ചാട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. 26 പറഞ്ഞു, എങ്കിലും എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ് 27-ാമത്തെ വാക്യം പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് സമാധാനം തരുന്നത്. യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ യേശു ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ ഇവിടുന്ന് പോവുകയാണ്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ പോയാലേ ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അവൻ എന്തോ ചെയ്യും? അവൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വാസ്തവമായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളിലെ അത് പ്രാവർത്തികമാക്കും. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ നടത്തിപ്പ്, സ്തോത്രം. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് യേശു തരുന്നതാണ് യേശുവിൻ്റെ ജീവിതം മുഴുവനും. അവൻ ഇഞ്ചിഞ്ചായി മരിച്ചതിൻ്റെ കാരണം അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ. അവൻ്റെ ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. മോർ ഓഫ് യേശു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ് കടലിൻ്റെ മീതെയൊക്കെ നടന്നു പോകാനായിട്ട്, അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ തന്നെ സൗഖ്യം ലഭിച്ചു, തൊട്ട ഉടനെ തന്നെ അഭിഷേകം വന്നു, ഭൂതങ്ങൾ പോയി. ഇതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ യേശു എന്ന് പറയുന്നത് അത് മാത്രമല്ല. ഹല്ലേലൂയ. തൻ്റെ മുഖത്ത് തുപ്പുന്ന ഭാഗം, അല്ലേ? തന്നെ കണ്ണുകെട്ടി അടിക്കുമ്പോൾ സകല മഹത്വവുമുള്ളവൻ, എല്ലാം അറിയാവുന്നവൻ മിണ്ടാതിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങൾ ഞാനും നിങ്ങളും അവൻ്റെ സ്വഭാവത്തിനായിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ക്രിയ ചെയ്യട്ടെ. ആമേൻ. അവൻ്റെ ആത്മാവിനാൽ സാധ്യമാണ് സകലവും. അതുകൊണ്ടാണ് പറയുന്നത് നോട്ട് ബൈ മൈ മൈറ്റ്, അല്ലെങ്കിൽ നോട്ട് ബൈ മൈ പവർ ബട്ട് മൈ സ്പിരിറ്റ്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത് സാധ്യമാണ്. ആ ആത്മാവാണ് നമ്മുടെ മേൽ പകർന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിനി എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് മറുപടി പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കും. ആമേൻ. നിങ്ങൾക്ക് യേശുവിനെ ലഭിക്കും. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ യോഹന്നാൻ 14:16 വായിച്ചാട്ടെ. യോഹന്നാൻ 14:16 എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് another comforter എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? I shall give you another comforter. മറ്റൊരു ഹല്ലേലൂയ ഒരു ഹെൽപ്പർ എന്നാണ് ചില ട്രാൻസ്ലേഷൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാര്യസ്ഥൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് എ കംഫർട്ടർ. ഹല്ലേലൂയ. കംഫർട്ടർ എന്ന് പറയുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ, മാത്രവുമല്ല നമ്മെ എൻകറേജ് ചെയ്യുന്നവൻ. അതിൻ്റെ ആധാര വേർഡ് എന്ന് പറയുന്നത് പാരാക്ലീറ്റോസ് എന്നൊക്കെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. പാരാക്ലീറ്റോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കംഫർട്ടർ. ഹല്ലേലൂയ എന്ന് വെച്ചാൽ നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ,
നമ്മെ എൻകറേജ് ചെയ്യുന്നവൻ, നമ്മെ ശക്തിപ്പെടുത്തുന്നവൻ. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പാരാക്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മെ ശക്തിപ്പെടുത്തുന്നവൻ, നമ്മെ എൻകറേജ് ചെയ്യുന്നവൻ, ഹല്ലേലൂയ, നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ, മാത്രവുമല്ല നമുക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നവൻ, ഹല്ലേലൂയ, ഒരു ലീഗൽ അഡ്വൈസറായിട്ട്, സ്തോത്രം, നമുക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. എ കംഫർട്ടർ. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുത്തുന്ന ആ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്തോത്രം. അവൻ നമുക്ക് ഒരു കംഫർട്ടറായിട്ട്, ഒരു എൻകറേജറായിട്ട്, ഒരു അഡ്വൈസറായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ട്രെങ്തായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഈ പരിശുദ്ധാത്മാവ് വെളിപ്പെടണം. ഏത് സമയത്തും നമ്മൾ ഭാരത്തിൽ പോകുമ്പോൾ, പാട്ട് പാടുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ, ഏത് സമയത്തും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ വഴി നടത്തണം. മാത്രവുമല്ല നമ്മെ പഠിപ്പിക്കുവാൻ, നമ്മെ ടീച്ച് ചെയ്യുവാനായിട്ട്, നമ്മെ ഗൈഡ് ചെയ്യുവാനായിട്ട് ഈ പാരാക്ലീറ്റോസ് ഉണ്ട്, ഈ പരിശുദ്ധാത്മാവുണ്ട്, ആ കംഫർട്ടർ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകും. യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇറ്റ് ഈസ് ബെറ്റർ, ഇറ്റ് ഈസ് ഫോർ യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഗോ അവേ. നിങ്ങൾക്ക് ബെറ്ററാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ എന്നെ തന്നെ അതിൻ്റെ അധികം വലിപ്പത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഇനി ഇറങ്ങി വരാൻ പോകുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. തനിയെ ഇരിക്കുമ്പോഴെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെടണം. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും വളരണം. ഹല്ലേലൂയ. ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമല്ല, ഈ യേശുവിനെ, ആ സാന്നിധ്യത്തെ, അല്ലേ, പത്മോസിൽ തനിച്ചിരുന്നപ്പോഴാണ് അവൻ യേശുവിനെ മുഴുവൻ കാണുന്നത്, യോഹന്നാൻ. നമുക്കത് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ വളരെ ഫോക്കസ് ചെയ്യണം. ഈ പരിശുദ്ധാത്മാവിനെ ഒരുപാട് ശബ്ദത്തിൻ്റെയും ഒരുപാട് ആക്ടിവിറ്റികളുടെയും മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റേണ്ടത് ആവശ്യമുണ്ട്. പലതിനെയും വേണ്ട എന്ന് വെക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഈ സമ്പത്ത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പല സമ്പത്തും നമ്മൾ വേണ്ട എന്ന് വെക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ബാങ്ക് ബാലൻസിലാണ് നമ്മുടെ സമ്പത്തെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സമ്പത്തൊന്നും നമുക്ക് വളരെ നിസ്സാരമായിട്ടേ തോന്നത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ സഹായി, കംഫർട്ടർ മറ്റാരെങ്കിലും ആണെന്ന് നമുക്ക് തോന്നിയാൽ പരിശുദ്ധാത്മാവിൻ്റെ കംഫർട്ട് വളരെ തുച്ഛമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു ഫൈൻ ട്യൂൺ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഈ ലോകമോ ലോകത്തിലെ മറ്റെന്തെങ്കിലുമോ നമുക്ക് ആ കംഫർട്ട് കൊണ്ടുതരത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ ഉള്ളൂ നമ്മെ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്നത്. ലോകം സമാധാനം തരത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് തിരിയുവാൻ. നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് മാറ്റിയാട്ടെ, പല ശബ്ദങ്ങളുടെയും ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട്, പല പ്രവൃത്തികളും കാണുന്നതിനിടയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടം കാണുവാനായിട്ട് എന്നെയും നിങ്ങളെയും ദൈവം പഠിപ്പിക്കട്ടെ. സ്തോത്രം. നമ്മുടെ സ്വന്തക്കാർക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. പരിമിതികളുണ്ട്. പക്ഷെ അത് യഥാർത്ഥ ചില സമയത്ത് അല്പം ലഭിച്ചേക്കാം. പക്ഷേ അതിനെല്ലാം അതിനെല്ലാം പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മെ നമുക്ക് വേറെ ആർക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈവൻ നമുക്ക് ചിലപ്പോൾ ചിന്ത തോന്നും, ചിലപ്പോൾ ഏഞ്ചൽസിന് അല്ലേ നമുക്ക് നമ്മെ സഹായിപ്പാൻ കഴിയുമെന്നുള്ളത്. ഏഞ്ചൽസിനെ പോലും നമ്മൾ മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. ഏഞ്ചൽസ് എന്ന് പറയുന്ന ആരാണ്? ദൂതന്മാരെന്ന് പറയുന്നത് നമ്മെ സഹായിക്കും. അത് എന്താ പറയുക, ക്രിയേഷനാണ്. ഏഞ്ചൽസ് ആർ ഓൾസോ ക്രിയേറ്റഡ് ബൈ ദ ക്രിയേറ്റർ. അപ്പോൾ അത് മാത്രവുമല്ല, ഏഞ്ചൽ വർക്ക്സ് ഓൺ ഗോഡ്സ് അതോറിറ്റി. അതായത് ദൈവം അയച്ചാൽ വരും, അയച്ചില്ലേ വരത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൂതന്മാർ അവൻ വരാം അല്ലേ, പത്രോസിന് വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങൾ വന്നാൽ വരാം അല്ലേ. എന്നാൽ നമ്മൾ അതിലല്ല നമ്മുടെ കംഫർട്ട് ഇരിക്കുന്നത്. നമ്മുടെ കംഫർട്ട് പരിശുദ്ധാത്മാവില്ല. നോട്ട് ദ ക്രിയേഷൻ ബട്ട് ദ ക്രിയേറ്റർ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ മുഴുവനും
ആരിലാണ്? യേശുവിലായിരിക്കട്ടെ. സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് നമ്മളെക്കാളൊക്കെ വളരെ കഷ്ടത്തിലൂടെയാണ് ആദിമസഭ കടന്നു പോയിരുന്നത്, അല്ലേ? അവർ പോയിരുന്ന പീഡനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് നമ്മളൊരു ലേഖനത്തിലും കാണുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ കൂടെ ദൂതൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആകെ കൂടെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അത് ദൂതനെക്കുറിച്ച് പറയുന്നത് ഒറ്റ കാരണത്താലാണ്, യേശു ദൂതന്മാരെക്കാൾ വലിയവനാണെന്ന് കാണിക്കാനായിട്ട്. മനുഷ്യപുത്രൻ ദൂതനേക്കാൾ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ദൂതന്മാരെക്കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫോക്കസ് പരിശുദ്ധാത്മാവിലായിരിക്കണം, നമ്മുടെ ഫോക്കസ് യേശുവിലായിരിക്കണം, നമ്മുടെ ഫോക്കസ് പിതാവിലായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ആമേൻ. ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ഗോ അവേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരു പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ.